സംഖ്യാരേഖയിൽ 3, -4 എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുക. സംഖ്യാരേഖ വരച്ചു, നടുവിൽ 0 അടയാളപ്പെടുത്തി, 0ൻ്റെ വലതുവശത്ത് പോസിറ്റീവ് സംഖ്യകൾ അടയാളപ്പെടുത്തി, 0ൻ്റെ ഇടതുവശത്ത് നെഗറ്റീവ് സംഖ്യകൾ അടയാളപ്പെടുത്തി. 3, -4 അതിൽ കണ്ടുപിടിക്കുക. 3 പറഞ്ഞാൽ +3, ഇതാണ് +3, -4 ഇതാ. ഈ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണണം. അത് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാം. -4ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കുള്ള അകലം കാണാൻ ഇവിടെ നിന്നാണ് -4 മുതൽക്ക് 3 വരെ. അപ്പോൾ -4 നമ്മൾ കണക്കാക്കരുത്, തൊട്ടടുത്ത് നമ്മൾക്ക് എണ്ണുക. 1, 2, 3, 4, 5, 6, 7. ഉത്തരം 7 യൂണിറ്റ് എന്ന് കിട്ടി. ഇത് നമുക്ക് ചെറിയ സംഖ്യകളാവുമ്പോൾ സംഖ്യാരേഖ വരച്ച് എണ്ണി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇത് കുറച്ച് വലിയ സംഖ്യകളാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ സംഖ്യകൾ തമ്മിൽ കുറച്ച് കേവല മൂല്യം കാണുക. ഈ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. ഏതൊക്കെ? -3, 4 തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് കേവല മൂല്യം കാണുക. അപ്പോൾ കേവല മൂല്യം -4ൽ നിന്ന് 3 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതാണോ കുറയ്ക്കേണ്ടത് അതിൻ്റെ ചിഹ്നം മാറ്റി കൂട്ടണം. കേവല മൂല്യം -4 നമ്മൾ അതുപോലെ ഇട്ടു. ഏതാ കുറയ്ക്കേണ്ടത്? ഇവിടെ +3 ആണ്. അതിൻ്റെ ചിഹ്നം മാറ്റി -3 ചിഹ്നം മാറ്റിയിട്ട് കൂട്ടണം. അപ്പോൾ -4 കൂട്ടണം -3. കേവല മൂല്യം -4ഉം -3ഉം കൂട്ടിയാൽ -7. ഈ കേവല മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂല്യം മാത്രം എടുത്താൽ മതി, ചിഹ്നം എടുക്കേണ്ടതെന്ന് അർത്ഥം. കേവല മൂല്യം പറഞ്ഞാൽ മൂല്യം മാത്രം, ചിഹ്നം വേണ്ട. അപ്പോൾ ചിഹ്നം ഒഴിവാക്കിയ ഉത്തരം 7. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലെയുള്ള ഞാണിന് 6 സെൻറ്റിമീറ്റർ നീളമുണ്ട്. വൃത്തത്തിൻ്റെ വ്യാസം കാണുക. നമ്മളൊരു ഏകദേശ ചിത്രം ഇവിടെ വരയ്ക്കണു. വൃത്തം, ഇത് വൃത്ത കേന്ദ്രം, ഇതാണ് ഞാണ്, AB ആണ് ഞാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ലംബം വരച്ചു. ഇതിൽ നമുക്ക് അടയാളപ്പെടുത്താം. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലെ, കേന്ദ്രത്തിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലെ. അപ്പോൾ ഈ അകലം 4 സെൻറ്റിമീറ്റർ. ഇനി ഞാണിന് 6 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇതാണ് AB ആണ് ഞാണ്, 6 സെൻറ്റിമീറ്റർ. ഇത് നമ്മളിവിടെ 3, 3 പിരിച്ചെഴുതി. അതിന് കാരണം വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം ഞാണിനെ സമഭാഗം ചെയ്യും എന്ന തത്വമാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഞാണിലേക്ക് ഒരു ലംബം വരച്ചാൽ ആ ലംബം എന്ത് ചെയ്യും? ഞാണിനെ സമഭാഗം ചെയ്യും, തുല്യമായി ഭാഗിക്കും. അതുകൊണ്ടാണ് ഈ 6 എന്നുള്ളത് ഇവിടെ 3, 3 മാറിയത്. ഇനി നമ്മൾ ഈ ചിത്രം നോക്കുമ്പോൾ ഇതൊരു മട്ടത്രികോണാണ്. കാരണം ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ ലംബല്ലേ വരച്ചിരുന്നത്. അപ്പോൾ ഈ കോൺ 90ആണ്. അപ്പോൾ ഒരു മട്ടത്രികോണാണ്. ഈ മട്ടത്രികോണത്തിൽ 90 ഡിഗ്രിയുടെ എതിർഭാഗമാണ് കർണം. ഇതാണ് കർണം, മട്ടത്രികോണത്തിൻ്റെ കർണമാണ്. അതേസമയം ഇതെന്താ? വൃത്തത്തിൻ്റെ റേഡിയസുമാണ്, വൃത്തത്തിൻ്റെ ആരമാണ് ഈ ദൂരം. അപ്പോൾ നമുക്ക് മട്ടത്രികോണത്തിൻ്റെ പൈത്തഗോറസ് സിദ്ധാന്തം വെച്ച് മട്ടത്രികോണത്തിൻ്റെ കർണം കാണാൻ സൂത്രവാക്യം √ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. വില കൊടുക്കുമ്പോൾ √ ഇത് രണ്ടുമാണ് പാദവും ലംബവും. ഇത് കർണാണ്, ഇത് രണ്ടും പാദവും ലംബവും. അപ്പോൾ 3² + 4² √9 + 16 √25 5. നമുക്ക് എന്ത് കിട്ടി? കർണം കിട്ടി. മട്ടത്രികോണത്തിൻ്റെ കർണം അതെന്താണ്? അത് വൃത്തത്തിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? 5 ആണ്. അപ്പോൾ വ്യാസം എന്ന് പറയുന്നത് ആരത്തിൻ്റെ ഇരട്ടിയാണ്. വ്യാസം എന്ന് പറയുന്നത് 2 × ആരാണ് 10. നമുക്ക് എന്താ കാണേണ്ടത്? വൃത്തത്തിൻ്റെ വ്യാസം കിട്ടി 10 സെൻറ്റിമീറ്റർ. ചിത്രത്തിലെ മട്ടത്രികോണത്തിൽ നിന്ന് ശരിയായത് കണ്ടുപിടിക്കുക. നമുക്കൊരു മട്ടത്രികോണം തന്നിട്ടുണ്ട്, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാ ശരിയെന്ന് കാണണം. ഇതിൽ നമുക്ക് 2 സൂത്രവാക്യങ്ങൾ അറിയണം. sin θ എതിർവശം ബൈ കർണം, sin θ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, cos θ സമീപവശം ബൈ കർണം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് ഇതിൽ sin A cos A, sin C cos C. അപ്പോൾ ഈ A എന്നുള്ള കോണ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, C എന്ന് വെച്ചിട്ട് കോണ് വെച്ചിട്ടും 2 ഉത്തരങ്ങൾ. A എന്നുള്ള കോണ് വെച്ച് 2 ഉത്തരമുണ്ട്, C എന്നുള്ള കോണ് വെച്ചിട്ടും. അപ്പോൾ നമുക്ക് 2 ചിത്രം വരയ്ക്കാം. ആദ്യം ഈ മട്ടത്രികോണം വരയ്ക്കാം. അപ്പോൾ അതൊക്കെ തന്നെയാണ്, പേരൊക്കെ ABC തന്നെയാണ്. ഈ A എന്നുള്ള കോണിനെതിരെ നമ്മൾ ചെറിയ അക്ഷരം A എഴുതി, B എന്നുള്ള കോണിനെതിരെ ചെറിയ അക്ഷരം B, C എന്നുള്ള കോണിനെതിരെ ചെറിയ അക്ഷരം C. നമ്മൾ ഏത് കോണാണ് എടുക്കണം? A. അപ്പോൾ A വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ക് ചെയ്യണത് ഏത് കോണാണോ അതിൻ്റെ എതിർഭാഗത്ത് എതിർവശം എഴുതുക.
പിന്നെ 90 ഡിഗ്രി എതിർഭാഗത്ത് എപ്പോഴും കർണാണ്, അവശേഷിക്കുന്ന വശം സമീപവശം. ഇനി നമുക്കിതിൽ സൈൻ എ കോസ് എ ഇത് രണ്ടും എഴുതി നോക്കുക. ഈ എൻ്റെ സൈൻ എയും കോസ് എയും. സൈൻ എ ഫോർമുല നമ്മൾ എന്താ പറഞ്ഞത്? എതിർവശം ബൈ കർണം. അപ്പോൾ സൈൻ എ എന്ത് വരും? എതിർവശം എ ബൈ ബി എന്ന് വരും. കോസ് എ എന്താ സൂത്രവാക്യം? സമീപവശം ബൈ കർണം. അപ്പോൾ കോസ് എ എന്ത് വരും? സമീപവശം സി ബൈ ബി എന്ന് വരും. കോസ് എ സി ബൈ ബി. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ. സൈൻ എ സി ബൈ ബി അത് തെറ്റാണ്. സൈൻ എ എ ബൈ ബി വരുന്നത്. എന്നാൽ കോസ് എ സി ബൈ ബി, ഇതാ കോസ് എ സി ബൈ ബി ശരിയായി കിട്ടി. അപ്പോൾ അതാണ് ശരി ഉത്തരം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പം നമ്മൾ എന്താ ചെയ്ത്? എൻ്റെ അല്ലേ നോക്കി. ഇനി സിയും കൂടി നമുക്കൊന്ന് ചിത്രം വരച്ച് നോക്കാം. ഈ സി എന്ന കോണ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചിത്രം വരച്ചു. പേര് എ ബി സി തന്നെ. എയുടെ എതിർഭാഗത്ത് എ, ബിയുടെ എതിർഭാഗത്ത് ബി, സിയുടെ എതിർഭാഗത്ത് സി. വീണ്ടും അപ്പം ഇതിൽ എന്താ സംഭവിക്കുക? അതിൽ സി അല്ല എടുക്കുന്നത്. അപ്പോൾ സിയുടെ എതിർഭാഗത്ത് എതിർവശം എഴുതണം. ഇവിടെ എ എടുക്കുമ്പോൾ അതിൻ്റെ എതിർഭാഗത്ത് എതിർവശം. ഏത് കോണാണോ അതിൻ്റെ എതിർഭാഗത്ത് എതിർവശം. അപ്പോൾ സി എടുക്കുമ്പോൾ ഇവിടെ എതിർവശം എഴുതി. അപ്പോൾ ഇത് കർണം തന്നെ മാറ്റല്ലേ, ഇത് സമീപവശം. ഇനി നമുക്ക് സൈൻ സി എന്താ സൂത്രവാക്യം? എതിർവശം ബൈ കർണം. എന്ത് വരും? സി ബൈ ബി. കോസ് സി എന്താ സൂത്രവാക്യം? സമീപവശം ബൈ കർണം. ഏതാണ് സമീപവശം? എ ബൈ ബി. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഓപ്ഷൻസിലില്ല. അപ്പോൾ ശരിയായ ഉത്തരം കോസ് എ സമം സി ബൈ ബി. 0, -7, 7, -1, -8 എന്നിവയിൽ ഏറ്റവും വലിയ സംഖ്യയുടെയും ഏറ്റവും ചെറിയ സംഖ്യയുടെയും തുകയും വ്യത്യാസവും കാണുക. നമുക്കിവിടെ 0 ഉണ്ട്, കുറച്ച് നെഗറ്റീവ് സംഖ്യകളുണ്ട്, പോസിറ്റീവ് സംഖ്യയുണ്ട്. ഇതിൽ ഏറ്റവും വലുത് എപ്പോഴും ഏറ്റവും വലിയ പോസിറ്റീവ് സംഖ്യയായിരിക്കും ഏറ്റവും വലുത്. ഏറ്റവും വലിയ പോസിറ്റീവ് സംഖ്യയാണ് ഏറ്റവും വലുത്. ഇതിൽ പോസിറ്റീവ് സംഖ്യ ഒരെണ്ണേ ഉള്ളൂ, 7. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 7. ഇനി ഈ നെഗറ്റീവ് സംഖ്യകളെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവ് സംഖ്യകൾ വലുതാവും തോറും അതിൻ്റെ മൂല്യം ചെറുതായി വരും. നെഗറ്റീവ് സംഖ്യകൾ വലുതാവും തോറും മൂല്യം ചെറുതാവും. അപ്പോൾ അതിൽ നെഗറ്റീവ് സംഖ്യകളുടെ ഏറ്റവും വലുത് ഇവിടെ കാണുന്നത് -8, പക്ഷേ അതിൻ്റെ മൂല്യമാണ് ഏറ്റവും കുറവ്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ -8. -8നേക്കാൾ തൊട്ട് വലുതാണ് -7. കുറച്ചുകൂടി വലുതാണ് -1. അതിനേക്കാൾ വലുതാണ് 0. ഏറ്റവും വലുതാണ് 7. അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? -8. ഏറ്റവും ചെറിയ സംഖ്യ -8. ഇനി എന്താ ചോദിച്ചിരുന്നത്? ഇതിൻ്റെ രണ്ടിനെയും തുകയും കാണണം, വ്യത്യാസവും കാണണം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യം തുക കാണാം. രണ്ടും കൂടി കൂട്ടുക. 7 + -8 കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവ് നെഗറ്റീവ് കൂടി നമ്മൾ കൂട്ടുകയല്ല ചെയ്യുക, കുറച്ചിട്ട് വലുതിനെ ചിഹ്നിടണം. അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 8 7 കുറച്ചാൽ 1 കിട്ടും. ഇതിൽ നോക്കുമ്പോൾ വലിയ സംഖ്യ 7 8 ആകുമ്പോൾ വലിയ സംഖ്യ 8 അതിൻ്റെ ചിഹ്നം എന്താ? നെഗറ്റീവ്. ഉത്തരം -1. ഇനി തമ്മിൽ വ്യത്യാസം കാണാൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യാസം കാണുക പറഞ്ഞ അർത്ഥം വലുതെന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? 7ന്ന് -8 കുറയ്ക്കണം. 7 കുറയ്ക്കണം -8. കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഏതാണോ കുറയ്ക്കണത് അതിൻ്റെ ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പോൾ 7 എഴുതി, ഏതാ കുറയ്ക്കണം? -8 അതിൻ്റെ ചിഹ്നം മാറ്റി പോസിറ്റീവ് 8 ചിഹ്നം മാറ്റിയിട്ട് കൂട്ടണം. അപ്പോൾ 7 8 കൂട്ടിയ ഉത്തരം 15. 5 km/മണിക്കൂർ വേഗത്തിൽ നടക്കുന്ന ഒരാൾ സമചതുരാകൃതിയിലുള്ള വയലിൻ്റെ വികർണം 6 മിനിറ്റ് കൊണ്ട് നടന്നു തീർക്കുന്നു. വയലിൻ്റെ പരപ്പളവ് കാണുക. അപ്പോൾ ഇവിടെ വേഗത 5 km/മണിക്കൂർ. നമ്മളതിനെ 5/18 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. എന്തിനാണ്? km/മണിക്കൂർ എന്ന യൂണിറ്റിനെ മീറ്റർ/സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട്. വേഗതയുടെ യൂണിറ്റാണ് km/മണിക്കൂർ, മറ്റൊരു യൂണിറ്റാണ് മീറ്റർ/സെക്കൻഡ്. കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഈ യൂണിറ്റ് മാറ്റി ഈ യൂണിറ്റ് ആക്കണം. അതിനാണ് 5/18 എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തായിട്ട് സമയം നമുക്ക് തന്നിട്ടുണ്ട് 6 മിനിറ്റ്. അതിനെ നമ്മൾ സെക്കൻഡ് ആക്കുന്നു. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 6 മിനിറ്റ് 6 × 60 360 സെക്കൻഡ്. നമുക്കിനി ദൂരം കാണാം. ദൂരം കാണാൻ സൂത്രവാക്യം വേഗത × സമയം. വേഗത 5 × 5/18 × സമയം 360. നമുക്ക് ഈ 18 36 വെട്ടുമ്പോൾ 28 36 പിന്നെ ഒരു 0. 18 36 വെട്ടുമ്പോൾ 28 36 0. അപ്പോൾ 5 × 5 25 ഇവിടെ വെട്ടിച്ചുരുക്കിയിട്ടുള്ള 20. 25 × 2 50 ഒരു 0 500 മീറ്റർ. അതായത് ദൂരം. ഏത്? വികർണം നടന്നു തീർക്കുക എന്നല്ലേ പറയണത്. അപ്പോൾ വികർണത്തിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വികർണത്തിൻ്റെ നീളമാണ് എത്ര? 500 മീറ്റർ. നമുക്ക് എന്താ കാണേണ്ടത്? സമചതുരത്തിൻ്റെ പരപ്പളവാണ് കാണേണ്ടത്. പരപ്പളവ് കാണാൻ സൂത്രവാക്യം വികർണം √2 2.
വികരണം നമുക്ക് 500 കിട്ടി. വില കൊടുക്കുമ്പോൾ 500/√2 എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ രണ്ടിനും കൊടുക്കണമല്ലോ. 500 × 500/√2 അംശത്തിനും സ്ക്വയർ എടുത്തു, ഛേദത്തിനും സ്ക്വയർ എടുത്തു. അപ്പോൾ 500 × 500/√2 × √4 വരും. 4 റൂട്ട് 2, അപ്പോൾ ഛേദം 2. നമുക്ക് ഈ 500ഉം 2ഉം ഹരിക്കുമ്പോൾ 250 വരും. 500ഉം 2ഉം പഠിച്ചെടുക്കുമ്പോൾ 250 × 500. ഇത് ഗുണിക്കുമ്പോൾ 25 × 5 125, പിന്നെ ഈ 2 പൂജ്യവും, അതായത് 12,500 മീറ്റർ സ്ക്വയറാണ് വയലിൻ്റെ വിസ്തീർണം. 15.625ൻ്റെ ക്യൂബ് റൂട്ട് കാണുക. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 15.625ൻ്റെ ക്യൂബ് റൂട്ട് കാണണം. ക്യൂബ് റൂട്ട് ഓഫ് ഈ 15.625നെ നമുക്ക് 15,625/1000 എന്നെഴുതാം. കാരണം 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 സ്ഥാനം നീക്കി ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം. അപ്പോൾ 15.625 ഇത് കിട്ടും. അപ്പോൾ 15.625നെ നമുക്ക് എങ്ങനെ എഴുതാം? 15,625/1000. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അംശത്തിൻ്റെയും ക്യൂബ് റൂട്ട് കാണണം, ഛേദത്തിൻ്റെയും ക്യൂബ് റൂട്ട് കാണണം. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 15,625 ക്യൂബ് റൂട്ട് ഓഫ് 1000. ഇനി നമ്മൾ ഈ അംശത്തിൻ്റെ ക്യൂബ് റൂട്ട് കാണുക. ക്യൂബ് റൂട്ട് ഓഫ് 15,625. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 15,625നെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക, പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം. അപ്പോൾ ഇതിനെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3,125 കിട്ടി. വീണ്ടും 5 കൊണ്ട് ഹരിക്കുക, 625 കിട്ടും. വീണ്ടും 5 കൊണ്ട് ഹരിച്ചു, 125 കിട്ടും. വീണ്ടും 5 കൊണ്ട് ഹരിച്ചു, 25. 5 കൊണ്ട് ഹരിച്ചു 5, 5 കൊണ്ട് ഹരിച്ചു 1. അങ്ങനെ 1 എത്തുന്ന വരെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഹരിച്ചു നമ്മൾ. ഇനി നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് ഈ 15,625നെ നമുക്ക് ഇതിനെ 3 വീതം ഗ്രൂപ്പുകളാക്കി മാറ്റുക. അതായത് 5 3 5 ക്യൂബ്, വീണ്ടും 5 3 5 ക്യൂബ്. അപ്പോൾ എന്തായി? ക്യൂബ് റൂട്ട് ഓഫ് 5 ക്യൂബ് × 5 ക്യൂബ്. ഇങ്ങനെ വരുമ്പോൾ ക്യൂബ് റൂട്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ ക്യൂബ് റൂട്ട് എടുത്ത് കളയുക, ഈ ക്യൂബും എടുത്ത് കളയുക. ഈ ക്യൂബ് റൂട്ടിൻ്റെ ചിഹ്നം ക്യൂബ് റൂട്ട് മുഴുവൻ കളയുക, ക്യൂബും കളയുക. ബാക്കി അകത്തുള്ളത് മാത്രം എഴുതുക, കൃത്യംഗം ഒഴികെ. അപ്പോൾ 5 × 5 25. നമുക്ക് എന്ത് കിട്ടി? അംശത്തിൻ്റെ ക്യൂബ് റൂട്ട് കിട്ടി. എത്ര? 25. ഇനി ഛേദത്തിൻ്റെ കാണാം. ക്യൂബ് റൂട്ട് ഓഫ് 1000. അതുപോലെ നമുക്കറിയാം ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 10 × 10 ആണല്ലോ 1000. അപ്പോൾ നമുക്ക് അംശത്തിന് ഛേദത്തിന് ക്യൂബ് റൂട്ട് കിട്ടി. ഇനി ഹരിക്കുക. മുകളിലെ ഉത്തരം എത്രയാണ്? 25. താഴത്തെ ഉത്തരം നമുക്ക് എത്ര കിട്ടി? 10. അപ്പോൾ 25/10 നമുക്ക് 5 കൊണ്ട് വെട്ടിച്ചെടുക്കാം. 5 × 25 25 10 5/2. ഇത് നമുക്ക് ഓപ്ഷനിലുണ്ട് 5/2. ഇത് 7/2/26 നടന്ന വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം എന്ത്? ഇവിടെ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ താരതമ്യം ചെയ്യുകയാണ്. അത് ഇപ്പോഴത്തെ വയസ്സിനെ കുറിച്ചും പറയുന്നുണ്ട്, 4 വർഷം മുൻപത്തെ വയസ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു പട്ടിക രൂപത്തിൽ എഴുതുകയാണ്. മകൻ്റെ വയസ്സ്, അച്ഛൻ്റെ വയസ്സ്, ഇപ്പോഴത്തെ വയസ്സ്, 4 വർഷം മുമ്പത്തെ വയസ്സ്. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ കാര്യം നോക്കാം. ഇപ്പോഴത്തെ കാര്യം എന്താ പറയുക? മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ നമ്മൾ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് x എടുത്താൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 5 ഇരട്ടി പറയുമ്പോൾ 5 മടങ്ങ് അല്ലെങ്കിൽ 5x. ഇനി നമ്മൾ 4 വർഷം മുമ്പത്തെ കാര്യം എങ്ങനെ? 4 വർഷം മുൻപ് പറയുമ്പോൾ എല്ലാവരുടെയും വയസ്സ് 4 കുറവായിരിക്കും. 4 വർഷം മുമ്പ് പറയുമ്പോൾ എല്ലാവരുടെയും വയസ്സ് 4 കുറയും. അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് x ആണ്. 4 വർഷം മുമ്പ് x - 4. അതുപോലെ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 5x ആണ്. 4 വർഷം മുമ്പ് 5x - 4. ഇനി ഇപ്പോൾ ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ ബന്ധം നമുക്ക് പറയേണ്ട 5 ഇരട്ടി. അതുപോലെ അത് വെച്ചിട്ട് നമ്മളിവിടെ എഴുതിയത്. അതുപോലെ 4 വർഷം മുമ്പത്തെ ഒരു ബന്ധം പറയുന്നുണ്ട്. എന്താണ്? 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയാണ്. അതായത് മകൻ്റെ വയസ്സ് എത്രയാണോ അതുകൊണ്ട് 9, മകൻ്റെ വയസ്സിനെ 9 കൊണ്ട് ഗുണിച്ചാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അപ്പോൾ മകൻ്റെ വയസ്സ് എത്രയാണ്? x - 4. അതിനെ നമ്മൾ 9 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ആരുടെ വയസ്സ് കിട്ടും? അച്ഛൻ്റെ വയസ്സ്. ഇങ്ങനെ ബ്രാക്കറ്റ് വന്നാൽ രണ്ടിനെയും ഗുണിക്കണം ബ്രാക്കറ്റിൻ്റെ അകത്തെ. അപ്പോൾ 9 × x - 9 × 4 = 5x - 4. 9 × x പറഞ്ഞാൽ 9x - 9 × 4 36 5x - 4. x ഒക്കെ ഒരു ഭാഗത്തും സംഖ്യ മറുഭാഗത്തും. അപ്പോൾ ഇവിടെ 9x എഴുതി, ഈ 5x ഇങ്ങോട്ട് കൊണ്ടു, പോസിറ്റീവ് 5x ഇങ്ങോട്ട് എഴുതുമ്പോൾ -5x സമം. ഇവിടെ -4 ഉണ്ട്, -36 ഇങ്ങോട്ട് എഴുതി +36. 9x നിന്ന് 5x കുറച്ചാൽ 4x സമം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 32 എന്ന് വരും.
4x സമം 32 x സമം 32/4 8. എന്താ ചോദ്യം? അവരുടെ ഇപ്പോഴത്തെ പ്രായം കാണണം രണ്ടുപേരുടെയും. അപ്പം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് x ആണ്. ഇപ്പോൾ മകൻ്റെ വയസ്സ് x ആണ്, അത് നമുക്ക് കിട്ടി 8. അതുപോലെ ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് കാണണം. അതെന്താ? ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 5x ആണ്, അതായത് ഇതിൻ്റെ 5 മടങ്ങ്, 5 ഇരട്ടി. 5x 5 × 8 ഉത്തരം 40. ഇത് 7/2/26 നടന്ന വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. 12 മീറ്റർ × 16 മീറ്റർ × 20 മീറ്റർ അളവുള്ള ചതുരക്കട്ടയിൽ നിന്ന് 4 മീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ നിർമ്മിക്കാം? നമുക്കൊരു ചതുരക്കട്ടയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അളവുകളാണ് നീളവും വീതിയും ഉയരവും. 12 മീറ്റർ × 16 മീറ്റർ × 20 മീറ്റർ. ഈ ചതുരക്കട്ടയിൽ നിന്ന് നമ്മൾ ക്യൂബുകൾ മുറിച്ചെടുക്കുകയാണ്, ഒരേപോലുള്ള ക്യൂബ്. അതായത് സമചതുരക്കട്ട, ക്യൂബ് പറഞ്ഞാൽ സമചതുരക്കട്ടയാണ്. അതിൻ്റെ വശം എത്രയാണ്? 4 മീറ്റർ വശമുള്ള എത്ര സമചതുരക്കട്ടകൾ ഇതൊന്ന് മുറിച്ചെടുക്കാം? ഉത്തരം കാണാൻ ചതുരക്കട്ടയുടെ വ്യാപ്തത്തെ ഒരു ക്യൂബിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. ചതുരക്കട്ടയുടെ വ്യാപ്തം ബൈ ഒരു ക്യൂബിൻ്റെ വ്യാപ്തം. ചതുരക്കട്ടയുടെ വ്യാപ്തം കാണുന്ന സൂത്രവാക്യം നീളം × വീതി × ഉയരം. ചതുരക്കട്ടയുടെ വോളിയം കാണാൻ ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് ബൈ ക്യൂബിൻ്റെ വോളിയം കാണാൻ വശം × വശം × വശം. അതായത് ക്യൂബിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്, അതുകൊണ്ടാണ് ഈ നീളം × വീതി × ഉയരം എന്നുള്ളതിന് പകരം വശം × വശം × വശം എന്ന് എഴുതി. ഇത് വില കൊടുത്തു. നീളം × വീതി × ഉയരം എത്ര? 12 × 16 × 20. 12 × 16 × 20 ബൈ ക്യൂബിൻ്റെ വശം എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 × 4 × 4. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. യൂണിറ്റ് ഒരുപോലെ അല്ലേ? ചതുരക്കട്ടയുടെ എല്ലാം മീറ്റർ ആയിരുന്നു, ക്യൂബിൻ്റെയും മീറ്ററാണ്. അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല. ആ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റണം. നമ്മളിത് വെട്ടിച്ചുരുക്കാം. അതായത് 12/4 എത്ര? 3 × 16/4 എത്ര? 4 × 20/4 5 ആണ്. അപ്പോൾ 3 × 4 × 5 ഗുണിച്ചാൽ മതി. 3 4 12 × 5. നമുക്ക് 60 ക്യൂബുകൾ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ 60 ക്യൂബുകൾ നമുക്ക് നിർമ്മിക്കാം. 1/100ൻ്റെ 12.5 മടങ്ങ് എത്ര? 1/100ൻ്റെ 12.5 മടങ്ങ് കാണണം. മടങ്ങ് കാണുക എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണ് വേണ്ടത്. മടങ്ങ് കാണുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/100നെ 12.5 കൊണ്ട് ഗുണിക്കണം. 1/100 × 12.5. ഈ 12.5 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്രഭിന്നാണ്. അതിനെ നമ്മൾ മാറ്റി സാധാരണ ഭിന്നസംഖ്യ ആക്കണം. 1/100 സാധാരണ ഭിന്നസംഖ്യയാണ്, അതുപോലെ 12.5 മാറ്റണം. എങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്രഭിന്നത്തിനെ മാറ്റിയെടുക്കുക? ഈ സംഖ്യ കൊണ്ട് ഛേദത്തെ ഗുണിക്കുക. 12 കൊണ്ട് 2നെ ഗുണിക്കുക. 12 × 2 24. അതിൻ്റെ കൂടെ അംശം കൂട്ടുക. 24 1 25. 12 × 2 ഗുണിച്ചു 24, 1 കൂട്ടി 25 ബൈ ഛേദമായിട്ട് ഈ ഛേദം തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/100 × 25/2. ഇതിൽ നമുക്കിനി വെട്ടിച്ചുരുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെട്ടിച്ചുരുക്കാം. ഈ 25ഉം 100ഉം നമുക്ക് 25 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 25ഉം 100ഉം 25 കൊണ്ട് ഒരു 25 അപ്പോൾ ഇവിടെ 1 വന്നു. ഇവിടെ 4 25 100, ഇവിടെ 4 എന്നായി. അപ്പോൾ ഇതെന്തായി? 1/4 × ഇവിടെ എന്താണ് വരിക? 1/2. ഇനി ഇപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷനാണ്. അതിന് നമ്മൾ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 1 × 1/4 × 2. 1 × 1 1/4 × 2 8. ഉത്തരം 1/8. 2/3 + x = 5/6 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്കൊരു സമവാക്യം തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ എക്സിൻ്റെ വില കാണണം. അപ്പോൾ ഈ സമവാക്യം നമ്മൾ നിർദ്ധാരണം ചെയ്യണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഇപ്പോൾ സമത്തിൻ്റെ ഇടതുവശത്ത് എക്സ് കൊണ്ട് ഒരു ഭിന്നസംഖ്യയുണ്ട്. അപ്പോൾ സമത്തിൻ്റെ ഇടതുവശത്ത് എക്സ് മാത്രം ഒരു ഭാഗത്ത് നിർത്തുക. നമ്മൾ കാണേണ്ട ചരം മാത്രം ഒരു ഭാഗത്ത് നിർത്തുക. അപ്പോൾ എക്സ് സമം. ഇനി സമത്തിൻ്റെ എതിർവശത്തുള്ള സംഖ്യ എഴുതുക. സമത്തിൻ്റെ എതിർവശത്ത്, സമത്തിൻ്റെ വലതുവശത്ത് എന്താണ്? 5/6. അത് എഴുതിയതിന് ശേഷം എക്സിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യ 2/3 ആണ്. അത് സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോവുക. എക്സിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യ പോസിറ്റീവ് 2/3 ആണ്. അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ -2/3 എന്നാവും. ഇനി നമ്മൾ എക്സിൻ്റെ വില കാണാൻ 5/6ഉം 2/3 തമ്മിൽ കുറയ്ക്കണം. ഇത് 2 ഫ്രാക്ഷൻസ് ആണ്. 2 ഫ്രാക്ഷൻസ് തമ്മിൽ കുറയ്ക്കണമെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആവണം, ഛേദങ്ങൾ തുല്യമാവണം. ഇവിടെ ഛേദങ്ങൾ വ്യത്യസ്തമാണ്. 6 3. നമുക്ക് ഈ 3ൻ്റെ ഗുണിതമാണ് 6, 3ൻ്റെ മൾട്ടിപ്പിളാണ് 6. അപ്പോൾ ഈ 3നെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും. അപ്പോൾ 2 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. ഛേദത്തെ മാത്രം ഗുണിക്കാൻ പറ്റില്ല, 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 5/6 അതുപോലെ എഴുതി -2/3 എന്ന് എഴുതിയിട്ട് ഇൻറ്റു
2/2. 5/6 കുറയ്ക്കണം. ഇവിടെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഈ 2 4 ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക, 3 2 6. ഇപ്പം നമുക്ക് കുറയ്ക്കാൻ കഴിയും, കാരണം ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി. 5/6 4/6 കുറയ്ക്കണം. രണ്ട് ഭിന്നസംഖ്യകൾ കുറയ്ക്കുമ്പോൾ ഈ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. എന്താണ്? 5 കുറയ്ക്കണം 4 ബൈ പൊതുവായ ഛേദമായി, അതായത് കോമൺ ഡിനോമിനേറ്ററായിട്ട് ഈ ഡിനോമിനേറ്റർ എഴുതുക 6. 5 - 4/6, 5 4 കുറച്ച ഉത്തരം 1/6. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യ 10 ഓവറിൽ റൺ റേറ്റ് 5.9 ആയിരുന്നു. ബാക്കി 40 ഓവറിൽ എത്ര റൺ റേറ്റ് ഉണ്ടെങ്കിൽ 359 റൺസ് ലക്ഷ്യത്തിലെത്തും? നമ്മൾ എണ്ണം ശരാശരി എന്നൊരു പട്ടിക ഉണ്ടാക്കി. ഇവിടെ പറയുന്നത് ആദ്യത്തെ 10 ഓവറിൽ, അപ്പോൾ എണ്ണത്തിൻ്റെ അവിടെ 10 ഓവർ റൺ റേറ്റ് പറഞ്ഞാൽ ശരാശരിയാണ്. എത്ര? 5.9. അപ്പോൾ 10 ഓവറിൽ ശരാശരി 5.9. ബാക്കി 40 ഓവറിൽ, അപ്പോൾ എണ്ണത്തിൻ്റെ അവിടെ നമ്മൾ 40 എഴുതി. എത്ര റൺ റേറ്റ്? അവിടുത്തെ ശരാശരി അറിയില്ല, എക്സ് ഇട്ടു. അപ്പോൾ 10 ഓവറിലെ ശരാശരി 5.9. അവശേഷിക്കുന്ന 40 ഓവറിലെ ശരാശരി എന്തു വന്നാലാണ് ആകെ 359 റൺസ് എടുക്കാൻ പറ്റുക എന്നാണ്. നമുക്ക് തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി, തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി. അപ്പോൾ 10 ഓവറിലെ ശരാശരി 5.9 ആണ്. 10 ഓവറിൽ ആകെ എന്ത് വരും? 10 ഇൻറ്റു 5.9. അതുപോലെ 40 ഓവറിലെ ശരാശരി എക്സ് ആണ്. അപ്പോൾ 40 ഓവറിൽ ആകെ 40 ഇൻറ്റു എക്സ്. അപ്പോൾ ഇത് 10 ഓവറിലത്തെ ആകെ റൺസ്, ഇത് 40 ഓവറിലത്തെ ആകെ റൺസ്. ഇത് രണ്ടും കൂടി കൂട്ടി എന്താവും? 50 ഓവറിലത്തെ ആകെ റൺസ്. അപ്പോൾ അതാണ് പ്ലസ് ഇട്ടിരിക്കുന്നത്. സമം 50 ഓവറിൽ ആകെ എത്ര റൺസ് വേണം? 359. ഇത് ഗുണിക്കുമ്പോൾ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം ഒരു ദശാംശ സ്ഥാനമാണ്. അത് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 ഒരു 0. അപ്പോൾ ഈ ദശാംശം പോയിട്ട് 59 പ്ലസ് ഇത് 40x സമം 359. 40x ഇവിടെ എഴുതി, 59 അങ്ങോട്ട് എടുത്തു. അപ്പോൾ 40x സമം 359 മൈനസ് 59. 40x സമം കുറയ്ക്കുമ്പോൾ 300, x സമം 300/40. ഒരു 0 വെട്ടിയാൽ 30/4. 2 കൊണ്ട് പിടിച്ചിരിക്കുക 15/2. 15/2 പറഞ്ഞാൽ 15ൻ്റെ പകുതി, അതായത് 7.5. അതായത് അവശേഷിക്കുന്ന ആദ്യത്തെ 10 ഓവറിൽ 5.9 ആയിരുന്നു റൺ റേറ്റ്. ഇനി അവശേഷിക്കുന്ന 40 ഓവറിൽ റൺ റേറ്റ് 7.5 ഉയർത്തിയാൽ മാത്രമേ 359 റൺസ് വിജയലക്ഷ്യം കൈവരിക്കാൻ കഴിയുള്ളൂ.